ചൈനയിലെ ഷെജിയാങ് പ്രവിശ്യയുടെ നടുവിലായി സിസിക്യാവോ എന്നു പേരുള്ള ഒരു ചെറിയ ഗ്രാമമുണ്ട്. ദൂരെ നിന്ന് നോക്കിയാൽ ഇത് മറ്റേതൊരു സാധാരണ ഗ്രാമത്തെയും പോലെ തോന്നും. എന്നാൽ ഉള്ളിലേക്ക് കടന്നാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പേടിയായ പാമ്പുകളെ ഓരോ വീടിലും കാണാം. ഈ ഗ്രാമത്തിലുള്ളവർ പാമ്പുകൾക്കൊപ്പം ജീവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, കോഴികളെ വളർത്തുന്നതുപോലെ അവർ പാമ്പുകളെ വളർത്തുന്നുമുണ്ട്. ഏകദേശം 600 ആളുകൾ മാത്രമുള്ള ഈ ഗ്രാമത്തിലെ 160ഓളം കുടുംബങ്ങൾ ചേർന്ന് ഓരോ വർഷവും 3 മില്യണിലധികം പാമ്പുകളെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. വെറും 0.9 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഒരു കാലത്ത് ഈ ജീവികൾ ഗ്രാമവാസികൾക്ക് വലിയ പേടിയായിരുന്നുവെങ്കിലും ഇന്നെല്ലാ വീടുകളിലെയും ലിവിംഗ് റൂമിലും ബെഡ്റൂമിലും ഇവയെ കാണാം. ചെറിയ കുട്ടികൾ പോലും ഈ അപകടകാരികളായ പാമ്പുകളെ കളിപ്പാട്ടങ്ങൾ പോലെ കെട്ടിപ്പിടിക്കാറുണ്ട്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ ഈ ഗ്രാമം ചൈനയിലെ 1-ാം നമ്പർ പാമ്പ് വളർത്തൽ കേന്ദ്രമായി മാറി. ലോകത്തിലെ പാമ്പ് വിപണിയുടെ 70% ചൈനയിൽ നിന്നാണ് വരുന്നത്. അതിൽ 30% ഈ ഒരു ഗ്രാമത്തിൽ നിന്നാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഗ്രാമത്തിൽ പാമ്പ് വളർത്തൽ തുടങ്ങിയത് 1970കളിലാണ്. ആ സമയത്ത് യാങ് ഹോങ് ചാങ് എന്ന കർഷകന് നട്ടെല്ലിനെ ബാധിക്കുന്ന സ്പോണ്ടിലൈറ്റിസ് എന്ന രോഗം വരികയും കഠിനമായ വേദന അനുഭവപ്പെടുകയും ചെയ്തു. യാങ് തൻ്റെ സമ്പാദ്യമെല്ലാം ചികിത്സയ്ക്കായി ചിലവാക്കി. എന്നാൽ ഫലമുണ്ടായില്ല. അദ്ദേഹം വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായതുകൊണ്ട് കൂടുതൽ ചിലവേറിയ മെഡിക്കൽ സഹായങ്ങൾ താങ്ങാൻ കഴിയില്ലായിരുന്നു. ഗതികെട്ട അവസ്ഥയിൽ യാങ് ഒരു പരമ്പരാഗത ചൈനീസ് വൈദ്യനെ കാണുകയും അദ്ദേഹം ഒരു വിചിത്രമായ മരുന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പാമ്പുകളെ പിടിക്കുക, ചുവന്ന നിറത്തിലുള്ള റെഡ് ബാൻഡഡ് സ്നേക്ക് ഉപയോഗിച്ചൊരു മരുന്ന് വൈൻ ഉണ്ടാക്കുക എന്നുള്ളത്. 1970കളിൽ പാമ്പിൽ നിന്നുള്ള മരുന്നുകൾക്ക് വലിയ വിലയായിരുന്നു. അത് വാങ്ങാൻ യാങ്ങിൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. മറ്റൊരു വഴിയുമില്ലാത്തതുകൊണ്ട് ഗ്രാമത്തിനടുത്തുള്ള മലകളിൽ പോയി സ്വന്തമായി പാമ്പുകളെ പിടിക്കാനും വീട്ടിൽ വെച്ച് മരുന്ന് തയ്യാറാക്കാനും യാങ് തീരുമാനിച്ചു. ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിന് ചുറ്റുമുള്ള മലനിരകളിൽ ധാരാളം പാമ്പുകളുണ്ടായിരുന്നു. യാങ് അവയെ പിടിക്കാനും മരുന്നുണ്ടാക്കി പതിവായി ഉപയോഗിക്കാനും തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, തൻ്റെ അസുഖം പതുക്കെ മാറുന്നത് അദ്ദേഹം തിരിച്ചറിഞ്ഞു. വർഷങ്ങളോളം ഇത് തുടർന്നതോടെ യാങ് പാമ്പുകളെ പിടിക്കുന്നതിൽ വിദഗ്ധനായി മാറുകയും അവയെ പ്രാദേശിക ബിസിനസ്സുകാർക്ക് വിൽക്കാനും തുടങ്ങി. ആ സമയത്ത് ചൈനയിൽ പാമ്പുകൾക്ക് വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം തൻ്റെ സാധാരണ വരുമാനത്തേക്കാൾ വലിയ തുകയ്ക്ക് അവയെ വിറ്റു. എങ്കിലും നിരന്തരമായ വേട്ടയാടൽ കാരണം ആ പ്രദേശത്തെ പാമ്പുകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. പാമ്പുകളുടെ കുറവിൽ ആശങ്കപ്പെട്ട യാങ് ഒരു ബുദ്ധിപരമായ വഴി കണ്ടെത്തി. പാമ്പുകളെ സ്വന്തമായി വളർത്താൻ അദ്ദേഹം തീരുമാനിച്ചു. 1985-ൽ തൻ്റെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് അദ്ദേഹം വീട്ടിലൊരു പാമ്പ് ഫാം തുടങ്ങി. തുടക്കത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പതുക്കെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് അദ്ദേഹം വലിയ വിജയം നേടി. പിന്നീട് അദ്ദേഹം മോഗൻ ഷാൻ സ്നേക്ക് കമ്പനി സ്ഥാപിച്ചു. ഉണക്കിയ പാമ്പുകൾ മുതൽ പാമ്പ് ക്യാപ്സ്യൂളുകൾ, വൈൻ, പൗഡർ എന്നിവ വരെ അവർ നിർമ്മിക്കുന്നു. യാങ്ങിൻ്റെ ലാഭകരമായ ബിസിനസ് കണ്ടപ്പോൾ അയൽവാസികളും ഇതിലേക്ക് വരികയും പതുക്കെ മത്സരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇന്ന് ഷെജിയാങ് പ്രവിശ്യയിൽ പാമ്പുകളെ വളർത്തുന്ന ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. ചില കർഷകർ റെസ്റ്റോറൻറ്റുകളിലെ പ്രത്യേക വിഭവങ്ങൾക്കായും മറ്റു ചിലർ പാമ്പ് വൈൻ ഉണ്ടാക്കാനുമാണ് ഇവയെ വളർത്തുന്നത്. യാങ്ങിനെ പോലെ പലരും ട്രഡീഷണൽ മെഡിസിൻ ഇൻഡസ്ട്രിക്കാണ് പാമ്പുകളെ വളർത്തുന്നത്. ഒരു കാലത്ത് വളരെ കുറഞ്ഞ വരുമാനത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന ഈ ഗ്രാമവാസികൾ യാങ്ങിൻ്റെ ഈ ബിസിനസ് മോഡൽ കാരണം ഇന്ന് ഓരോ വർഷവും ലക്ഷങ്ങളുടെ യുവാൻ സമ്പാദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ വ്യത്യസ്തമായ ഐഡിയ ആ ഗ്രാമത്തെ ചൈനയിലെ പ്രധാന പാമ്പ് കേന്ദ്രമാക്കി മാറ്റി. ഇന്ന് ഗ്രാമത്തിൻ്റെ മൊത്തം വാർഷിക വരുമാനം 60 മില്യൺ യുവാനിലെത്തി നിൽക്കുന്നു. ഈ പാമ്പ് ഫാമുകളിൽ ഒരു പാമ്പിൻ്റെ ജീവിതം തുടങ്ങുന്നത് മുട്ടയിൽ നിന്നാണ്. പെൺപാമ്പുകൾക്ക് 9 മുതൽ 10 മാസം വരെ പ്രായമാകുമ്പോൾ അവയെ ഇണചേർക്കും. പാമ്പുകൾ സാധാരണയായി പരസ്പരം പിണഞ്ഞു കിടന്നാണ് ഇണചേരുന്നത്. ഇണചേർന്ന് ഏകദേശം 30 മുതൽ 35 ദിവസങ്ങൾക്ക് ശേഷം പെൺപാമ്പുകൾ 12 മുതൽ 21 വരെ മുട്ടകളിടും. മുട്ടയിടുന്ന സമയത്ത് തൊഴിലാളികൾ വളരെ ജാഗ്രത പാലിക്കും. എല്ലാ 2 മണിക്കൂർ കൂടുമ്പോഴും അവർ മുട്ടകൾ ശേഖരിക്കും. മുട്ടകൾ കൂടുതൽ സമയമിരുന്നാൽ അവ ഉപയോഗശൂന്യമാകും. ശേഖരിച്ച മുട്ടകൾ 5 സെന്റിമീറ്റർ മണ്ണുള്ള ബോക്സുകളിൽ സൂക്ഷിക്കും. ഈ മണ്ണിൽ ഏകദേശം 25 മുതൽ 30% വരെ ഈർപ്പം നിലനിർത്തും. മുട്ടകൾക്ക് മുകളിൽ വീണ്ടും ഒരു ചെറിയ പാളി മണ്ണ് കൂടിയിടും. മുട്ട വിരിയാൻ ഏകദേശം 75 ദിവസം വരെ എടുക്കും. ഈ സമയത്ത് മുട്ടകൾ ഒരേ വലിപ്പത്തിലും നിറത്തിലുമുള്ളതാണെന്നും പൊട്ടിയിട്ടില്ലെന്നും ഉറപ്പാക്കാൻ കൃത്യമായി പരിശോധിക്കും. പൊട്ടിയ മുട്ടകളുണ്ടെങ്കിൽ ഉടൻ തന്നെ മാറ്റും. വലിയ ഫാമുകളിൽ മുട്ട വിരിയുന്ന നിരക്ക് കൂട്ടാനായി മുറിയിലെ താപനില 80 ഡിഗ്രി ഫാരൻഹീറ്റിൽ നിലനിർത്തും.
മുട്ടകൾ വിരിഞ്ഞുകഴിഞ്ഞാൽ ഒരു കുഞ്ഞു പാമ്പിനെ പോലും വിട്ടുപോയിട്ടില്ലെന്നുറപ്പാക്കാൻ ബോക്സുകൾ കൃത്യമായി പരിശോധിക്കും. വിരിഞ്ഞ കുഞ്ഞുങ്ങളെ വലിയ കൂടുകളിലേക്ക് മാറ്റും. ഒരു കൂട്ടിൽ ഏകദേശം 80 പാമ്പുകളെ വരെ ഇടും. കുഞ്ഞു പാമ്പുകൾ ആദ്യമായി തൊലി പൊഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ വെള്ളം നൽകുകയുള്ളൂ. ഇത് സാധാരണയായി 7-ാം ദിവസമാണ് സംഭവിക്കുന്നത്. ഓരോ 3 മുതൽ 5 ദിവസം കൂടുമ്പോഴും ചെറിയ തവളകളെയോ എലികളെയോ ഭക്ഷണമായി നൽകും. 1 മാസം പ്രായമുള്ള 50 പാമ്പുകൾക്ക് ഒരു ദിവസം 1/2 കിലോ തവളകൾ മതിയാകും. മുതിർന്ന പാമ്പുകളെ അവ പുറത്തുപോകാതിരിക്കാൻ കോൺക്രീറ്റ് കൂടുകളിലാണ് സൂക്ഷിക്കുന്നത്. ഈ കൂടുകൾക്ക് ഏകദേശം 1.2 മീറ്റർ ഉയരമുണ്ടാകും. കൂടാതെ പാമ്പുകൾക്ക് സുഖകരമായിരിക്കാൻ വശങ്ങളിൽ വാതിലുകളും നല്ല വായുസഞ്ചാരവും നൽകിയിട്ടുണ്ടാകും. ചത്ത ഭക്ഷണത്തേക്കാൾ ജീവനുള്ള ഇരകളെ പിടിക്കാനാണ് പാമ്പുകൾക്ക് ഇഷ്ടം. അതുകൊണ്ട് ജീവനുള്ള എലികൾ, കോഴിക്കുഞ്ഞുങ്ങൾ, തവളകൾ എന്നിവയാണ് നൽകുന്നത്. വലിയ പാമ്പുകൾക്ക് ആഴ്ചയിൽ 2-3 തവണ ഭക്ഷണം നൽകണം. കൂടുകളിൽ ഭക്ഷണം ഇട്ടുകൊടുത്താൽ വിശക്കുമ്പോൾ പാമ്പുകൾ അത് കഴിച്ചോളും. ഭക്ഷണം കഴിക്കാൻ മടിക്കുന്ന പാമ്പുകൾക്ക് തൊഴിലാളികൾ ടോങ്സ് ഉപയോഗിച്ചു ഭക്ഷണം നൽകും. കാരണം പാമ്പുകൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് നല്ലതല്ല. 6 മുതൽ 12 മാസം വരെ പ്രായമാകുമ്പോഴാണ് പാമ്പുകളെ മാംസത്തിനായി എടുക്കുന്നത്. ഈ സമയത്ത് പാമ്പിന് 1/2 കിലോയോ അതിൽ കൂടുതലോ തൂക്കമുണ്ടെങ്കിൽ അത് മികച്ച ഇനമായി കണക്കാക്കും. സാധാരണയായി ആൺപാമ്പുകളെയാണ് മാംസത്തിനായി എടുക്കുന്നത്. പെൺപാമ്പുകളെ മുട്ടയിടാനായി നിലനിർത്തും. 1.2 കിലോയിൽ കൂടുതൽ തൂക്കമുള്ള പെൺപാമ്പുകളെയാണ് മികച്ച മുട്ടയിടുന്ന പാമ്പുകളായി കണക്കാക്കുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ട് പ്രകാരം കോവിഡ് മഹാമാരിക്ക് മുൻപ് ചൈന പ്രതിവർഷം 7,000 മുതൽ 9,000 ടൺ വരെ പാമ്പ് കച്ചവടം നടത്തിയിരുന്നു. ഇതിന്റെ 40% പാചകത്തിനാണ് ഉപയോഗിക്കുന്നത്. ചൈനയിലെ ഏറ്റവും പഴയ പരമ്പരാഗത വിഭവമാണ് സ്നേക്ക് സൂപ്പ്. പ്രത്യേകിച്ച് കാന്റണീസ് സംസ്കാരത്തിൽ ഇത് ശരീരത്തിന് ചൂട് നൽകാനും ഊർജം വീണ്ടെടുക്കാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. സ്നേക്ക് വൈൻ നിർമ്മിക്കാൻ വിഷമുള്ളതും ഇല്ലാത്തതുമായ പാമ്പുകളെ റൈസ് വൈനിലോ ഗ്രെയിൻ ആൽക്കഹോളിലും ഇടുന്നു. പാമ്പുകളെ കൊന്നു വൃത്തിയാക്കുമെങ്കിലും പിത്തരസം പോലുള്ള ഭാഗങ്ങൾ പലപ്പോഴും മാറ്റാറില്ല. പിന്നീട് ഇവ ജാറുകളിലിട്ട് 40% മുതൽ 60% വരെ ആൽക്കഹോൾ നിറയ്ക്കും. ഈ മിശ്രിതം കുറഞ്ഞത് 6 മാസമെങ്കിലും വയ്ക്കും. ചിലപ്പോൾ 3 വർഷം വരെ ഇത് സൂക്ഷിക്കാറുണ്ട്. ഈ വൈൻ കുറഞ്ഞ അളവിൽ കുടിക്കുന്നത് സന്ധിവേദന കുറയ്ക്കാനും രക്തചംചരണം മെച്ചപ്പെടുത്താനും ഊർജം വർദ്ധിപ്പിക്കാനും ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ വിശ്വസിക്കപ്പെടുന്നു. എങ്കിലും ഇതിനൊരു മറുവശമുണ്ട്. ജാറുകളിലിട്ട പാമ്പുകൾ ചത്തിട്ടില്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അടച്ചുപൂട്ടിയ ജാറുകൾക്കുള്ളിൽ മാസങ്ങളോളം ജീവനോടെ ഇരുന്ന പാമ്പുകൾ ജാറ് തുറക്കുമ്പോൾ ആളുകളെ കടിച്ചിട്ടുണ്ട്. 2013-ൽ ചൈനയിലെ ഹീലോങ് ജിയാങ് പ്രോവിൻസിൽ ഇത്തരമൊരു സംഭവം നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദശകങ്ങളിൽ ഈ വില്ലേജ് ലക്ഷക്കണക്കിന് പാമ്പുകളെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും റെസ്റ്റോറന്റുകൾക്കും മെഡിസിൻ ഫാക്ടറികൾക്കും വിറ്റിട്ടുണ്ട്. പാമ്പിന്റെ പിത്തരസവും തൊലിയും ഹെൽത്ത് സപ്ലിമെന്റുകളും മരുന്നുകളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഇവ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ജർമ്മനി, USA, യൂറോപ്പ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. ഒരു പാമ്പിൽ നിന്നുള്ള ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നമാണ് അതിന്റെ വിഷം. ചൈനയിൽ പാമ്പിന്റെ വിഷത്തെ ലിക്വിഡ് ഗോൾഡ് എന്നാണ് വിളിക്കുന്നത്. ഇനമനുസരിച്ച് 1 ഗ്രാം ഉണങ്ങിയ വിഷത്തിന് $300 മുതൽ $6,000 വരെ വില വരാം. അപൂർവം ഇനങ്ങൾക്ക് ഇതിലും വില കൂടുതൽ ലഭിക്കും. വിഷം വേർതിരിക്കുക എന്നത് എളുപ്പമുള്ള പണിയല്ല. ഇതിന് വലിയ അനുഭവ പരിചയവും വൈദഗ്ധ്യവും വേണം. അതുകൊണ്ടാണ് ഇതിന് ഇത്ര വില. പാമ്പുകളെ ഹാൻഡിൽ ചെയ്യുന്നവർ വളരെ ശ്രദ്ധയോടെ വേണം പ്രവർത്തിക്കാൻ. തുടക്കക്കാർക്ക് പലപ്പോഴും കടിയേൽക്കാറുണ്ട്. എങ്കിലും ക്ഷമയോടെ ചെയ്താൽ ഈ ജോലി വലിയ ലാഭം നൽകുന്നതാണ്. ഒരു പാമ്പ് തൊലി പൊഴിക്കാൻ സമയമാകുമ്പോൾ അത് ഭക്ഷണം കുറയ്ക്കുകയും കൂടുതൽ അക്രമാസിതമാവുകയും ചെയ്യും. അതിന്റെ തൊലി മങ്ങുകയും കണ്ണുകൾ മങ്ങിയ നീല നിറമാകുകയും ചെയ്യും. ഈ സമയത്താണ് പാമ്പ് തൊലി പൊഴിക്കാൻ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നത്. ചെറിയ പാമ്പുകൾ ഓരോ 28 മുതൽ 30 ദിവസം കൂടുമ്പോഴും തൊലി പൊഴിക്കുമ്പോൾ, 2 വയസ്സിൽ കൂടുതൽ പ്രായമുള്ളവ 35 മുതൽ 45 ദിവസം കൂടുമ്പോഴാണ്. വേനൽക്കാലത്തും ശരത്കാലത്തുമാണ് പാമ്പുകൾ കൂടുതലായി തൊലി പൊഴിക്കുന്നത്. ഈ സമയങ്ങളിൽ ഫാമുകൾ കൃത്യമായി വൃത്തിയാക്കും. കാരണം തൊലികൾ എല്ലായിടത്തും ചിതറിക്കിടക്കുന്നുണ്ടാകും. പാമ്പുകൾക്ക് ശക്തമായ പ്രതിരോധമിഷിയുണ്ടെങ്കിലും കൃത്യമായ പരിചരണം ലഭിച്ചില്ലെങ്കിൽ അവ രോഗം ബാധിച്ച് ചത്തുപോകാൻ സാധ്യതയുണ്ട്. കുടിക്കാനും കുളിക്കാനും ഉടമസ്ഥർ വൃത്തിയുള്ള വെള്ളം നൽകണം. പാമ്പുകൾക്ക് വരണ്ട ശൽക്കങ്ങളുള്ള തൊലിയായതിനാൽ അവയ്ക്ക് മോശം ഗന്ധമുണ്ടാകില്ല. പാമ്പുകൾക്ക് ഒരാളുടെ മുഖം നോക്കി തിരിച്ചറിയാൻ കഴിയില്ലെങ്കിലും അപരിചിതരോട് അക്രമാസിതമായി പെരുമാറാനും പരിചയമുള്ളവരോട് ശാന്തമായിരിക്കാനും അവയ്ക്ക് സാധിക്കും. അവയുടെ കീമോസെൻസറി സിസ്റ്റം വഴിയാണ് ഇത് സാധിക്കുന്നത്. ഗന്ധത്തിലൂടെയും ഭൂമിയിലെ പ്രകമ്പനങ്ങളിലൂടെയുമാണ് അവ ആളുകളെ തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പ് പാമ്പുകളെയും നോക്കാൻ പ്രത്യേകം തൊഴിലാളികളെ നിയമിച്ചിട്ടുണ്ട്. ഈ തൊഴിലാളികൾ പെർഫ്യൂമുകളോ മദ്യമോ ഉപയോഗിക്കാറില്ല. കാരണം ശരീരഗന്ധം മാറിയാൽ പാമ്പുകൾ ആശയക്കുഴപ്പത്തിലാവുകയും ആക്രമിക്കാൻ സാധ്യതയുണ്ടാവുകയും ചെയ്യും. വളർത്തുന്ന പാമ്പുകളിൽ ഭൂരിഭാഗവും മെഡിസിൻ ഫാക്ടറികളിലേക്കാണ് അയക്കുന്നത്. അവിടെ അവയുടെ കരളും പിത്തസഞ്ചിയും ഉപയോഗിച്ച് മരുന്നുകൾ നിർമ്മിക്കുന്നു. കൂടാതെ ഈ ഗ്രാമത്തിലെ പാമ്പുകളെ അമേരിക്ക, ജർമ്മനി, ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ചെയ്യുന്നു. പാമ്പ് വളർത്തലിലെ ലാഭം കണ്ട് പല കർഷകരും അവരുടെ പച്ചക്കറി തോട്ടങ്ങൾ സ്ഥിരം പാമ്പ് ഫാമുകളാക്കി മാറ്റി.
ചിലർക്ക് ഒരു ഫാമിൽ നിന്ന് മാത്രം വർഷം 1 മില്യൺ യുവാൻ വരെ ലാഭം കിട്ടുന്നുണ്ട്. പാമ്പ് വളർത്തൽ ഇത്ര ലാഭകരമാകാൻ പ്രധാന കാരണം ഈ ജീവിയുടെ ഒരു ഭാഗം പോലും പാഴാകുന്നില്ല എന്നതാണ്. എല്ലാ ഭാഗങ്ങളും വിൽക്കാൻ കഴിയും. വിഷപ്പാമ്പുകൾക്ക് വലിയ വിലയാണ് ലഭിക്കുന്നത്. അവയുടെ വിഷമെടുത്ത് ഉണക്കി പൊടിയാക്കി മരുന്നു കമ്പനികൾക്ക് വിൽക്കുന്നു. വൈപ്പറുകളും കോബ്രകളുമാണ് ഏറ്റവും കൂടുതൽ വളർത്തുന്ന വിഷപ്പാമ്പുകൾ. ഇവയുടെ വിഷം ചില അസുഖങ്ങൾ ചികിത്സിക്കാനും പാമ്പ് വിഷത്തിനെതിരെയുള്ള മരുന്നുണ്ടാക്കാനും ഉപയോഗിക്കുന്നതിനാൽ വലിയ ഡിമാൻഡാണ്. യാങ് തന്നെ റെഡ് ബാൻഡഡ് സ്നേക്കുകളെ വളർത്താനുള്ള വിദ്യകൾ കണ്ടുപിടിച്ചു. അദ്ദേഹം വികസിപ്പിച്ചെടുത്ത മുട്ട വിരിയിക്കുന്ന രീതികൾ ഇന്നും ഈ രംഗത്തെ മികച്ച സാങ്കേതിക വിദ്യയായി കണക്കാക്കപ്പെടുന്നു. വിവിധ അസുഖങ്ങൾക്കുള്ള പരമ്പരാഗത മരുന്നായി ചൈനക്കാർ പാമ്പുകളെ ഉപയോഗിക്കുന്നു. പാമ്പിൻ്റെ ഇറച്ചി, എല്ല്, വിഷം, നെയ്യ്, തൊലി, രക്തം, പിത്തസഞ്ചി എന്നിവയിലെല്ലാം ഔഷധഗുണമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. പാമ്പ് നെയ്യ് ചർമ്മരോഗങ്ങൾക്കും പാമ്പ് വൈൻ പ്രതിരോധശേഷി കൂട്ടാനും നല്ലതാണെന്നാണ് വിശ്വാസം. യാങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളിത് കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ രോഗം മാറാൻ ഇത് സഹായിക്കുകയും പാമ്പ് വളർത്തൽ തുടങ്ങാൻ പ്രചോദനമാവുകയും ചെയ്തു. പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രമനുസരിച്ച് കഠിനമായ അസുഖമുള്ളവർക്ക് പാമ്പ് സൂപ്പ് നൽകാറുണ്ട്. ഗ്വാങ്ഡോങ് പോലുള്ള സ്ഥലങ്ങളിൽ പ്രതിരോധശേഷി കൂട്ടാൻ പാമ്പ് വൈൻ കുടിക്കാറുണ്ട്. ശ്വാസകോശ രോഗങ്ങൾക്കും വാദത്തിനും പാമ്പിൻ്റെ പിത്തസഞ്ചി ഫലപ്രദമാണെന്ന് കരുതപ്പെടുന്നു. പാമ്പിൻ്റെ എല്ലുകളും മറ്റു ഭാഗങ്ങളും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആയുർവേദ മരുന്നുകൾ ഗ്വാങ്ഡോങ്, ഗ്വാങ്സി തുടങ്ങിയ സ്ഥലങ്ങളിലെ വലിയ മരുന്ന് കമ്പനികൾക്ക് വിൽക്കുന്നു. പരമ്പരാഗത ചൈനീസ് മരുന്നുകൾക്ക് ചൈനയിൽ വലിയ സ്ഥാനമുണ്ട്. ഷാങ്ഹായിൽ 50 വയസ്സിന് മുകളിലുള്ള 50-ലധികം ആളുകളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ജപ്പാൻ, സൗത്ത് കൊറിയ, തൈവാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രായമായവരും ഇത്തരം മരുന്നുകൾ ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഇതിന് നാഷണൽ മെഡിക്കൽ ഇൻഷുറൻസ് പോലും ലഭിക്കാറുണ്ട്. എങ്കിലും പാമ്പ് വളർത്തൽ എത്ര ലാഭകരമാണെങ്കിലും അതിൽ വലിയ ജീവൻ ഭീഷണിയുണ്ട്. ഓരോ നിമിഷവും പാമ്പ് കടിയേൽക്കുമെന്ന പേടിയും മാനസിക സമ്മർദ്ദവുമാണ്. ഇതിനാൽ പല കർഷകരും ഒരിക്കൽ പാമ്പ് കടിയേറ്റാൽ ഈ പണി നിർത്തിപ്പോകാറുണ്ട്. മിക്ക കർഷകരും റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ചാണ് പാമ്പുകളെ പിടിക്കുന്നതെങ്കിലും ചില സമയങ്ങളിൽ നഗ്നമായ കൈകൾ കൊണ്ട് അവയെ തൊടേണ്ടി വരാറുണ്ട്. ആ റിസ്ക് അവർ സ്വയം ഏറ്റെടുക്കുന്നു. വിഷമുള്ള പാമ്പുകൾ മാത്രമല്ല, വിഷമില്ലാത്തവ കടിക്കുന്നത് പോലും വലിയ ഇൻഫെക്ഷന് കാരണമാകും. മാരകമായ പാമ്പുകളുടെ കടിയേറ്റ കർഷകരെ സാധാരണയായി ആൻറ്റി വെനം ഇഞ്ചക്ഷൻ നൽകിയാണ് രക്ഷിക്കുന്നത്. മിക്ക കർഷകരും പാമ്പ് കടിയേറ്റാൽ ഉടനെ ആശുപത്രിയിൽ പോകില്ല. പകരം പച്ചമരുന്നുകൾ ഉപയോഗിച്ച് സ്വയം ചികിത്സിക്കാൻ നോക്കും. ഇത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. കാരണം പച്ചമരുന്നുകൾ ആധുനിക ചികിത്സ പോലെ എല്ലായ്പ്പോഴും ഫലപ്രദമാകണമെന്നില്ല. രക്ഷപ്പെടുന്നവർ തന്നെ വലിയ മാനസിക സമ്മർദ്ദത്തിലാകും. അത് അവരുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കുകയും ചെയ്യും. യാങ് വെൻ ഫു എന്ന കർഷകൻ ഒരിക്കൽ പാമ്പ് കടിയേറ്റതിനു ശേഷം വൈപ്പറുകളെ വളർത്തുന്നത് നിർത്തി. ജീവിതമാണ് വലുത്, പണം രണ്ടാമതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതുമാത്രമല്ല, ലൈസൻസ് കിട്ടാനുള്ള കടമ്പകൾ ഉള്ളതിനാൽ ചൈനയിൽ പാമ്പ് വളർത്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപകടം പിടിച്ച ജോലിയായതുകൊണ്ട് കർഷകരാദ്യം വൈൽഡ് ലൈഫ് ബ്രീഡിംഗ് ലൈസൻസ് എടുക്കണം. മൃഗങ്ങളെ സുരക്ഷിതമായി നോക്കാൻ ഇവർക്ക് കഴിവുണ്ടോ എന്ന് തെളിയിക്കാനാണ് ഈ ലൈസൻസ്. ഇത് കിട്ടിയാൽ മാത്രമേ പാമ്പ് വളർത്താനുള്ള ലൈസൻസിന് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. മുൻപ് കൃത്യമായ അറിവില്ലാത്തവർ തടിക്കൂടുകളിൽ പാമ്പുകളെ വളർത്താറുണ്ടായിരുന്നു. പാമ്പുകൾ വളരുമ്പോൾ അവ പുറത്തു ചാടി അടുത്തുള്ള ഗ്രാമങ്ങളിലെത്തുകയും വലിയ പേടിയുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് സർക്കാർ ഇത്രയും കടുത്ത നിയമങ്ങൾ കൊണ്ടുവന്നത്. ഈ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.